Our topic of discussion is questionnaire and interview schedule. Okay, we are very familiar with the term questionnaire. It is one of the important tool used for collecting primary data in a research study. Whatever may be the type of research study, the most commonly used important tool for collecting primary data is questionnaire. Then in this discussion, it is related to meaning of questionnaire, merits of questionnaire, demerits, validation of questionnaire, schedule, types of schedules, merits and demerits of schedule, and finally difference between schedule and questionnaire. All these topics will be discussed in this session. At the very beginning, meaning of questionnaire. Okay, we know that it is a device which is most widely used for collecting primary data in a survey. In this method, a questionnaire is sent to the person concerned with a request to answer the questions and return it. Every questionnaire contains a request to answer the question and return the questionnaire. That is a set of questions to be asked to the respondent. ഒരു റെസ്പോണ്ടൻറ്റിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ ഫോർ അവർ റിസർച്ച് വർക്ക്. അതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ അസൈൻമെൻ്റ് ഒക്കെ ആയിട്ട്. ക്വസ്റ്റ്യനെയർ ഡിസൈൻ പ്രോസസ്സ് ഉണ്ട്. ഏറ്റവും സ്പീഡിൽ എന്ന് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യനെയർ ഡിസൈൻ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് സ്റ്റേജസ് ഓർ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ ഈസ് ഡിഫൈനിങ് ദി ഓബ്ജക്റ്റീവ്സ് ഓഫ് ദി സർവേ. നമ്മൾ എന്ത് ഒബ്ജക്റ്റീവിനാണ് ഈ സർവേ നടത്തുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഡിഫൈനിങ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേ. ഫോർ വാട്ട് പർപ്പസ് വി ആർ കണ്ടക്ടിങ് ദി സ്റ്റഡി. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡിസൈഡിങ് ഓൺ ദി ഇൻഫോർമേഷൻ റിക്വയർഡ്. എന്തൊക്കെ ഇൻഫോർമേഷനാണ് നമുക്ക് വേണ്ടത്, ഈ ക്വസ്റ്റ്യനെയറിലൂടെ നമ്മൾ എന്തൊക്കെ ഇൻഫോർമേഷനാണ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഫോർമേഷനാണ് വേണ്ടത്. ഡിസൈഡിങ് ഓൺ ദി ഇൻഫോർമേഷൻ റിക്വയർഡ്. തേർഡ് വൺ, ഡിറ്റർമിനിങ് ദി സാമ്പിളിംഗ് ഗ്രൂപ്പ്. ആരെടുത്തുനിന്നാണ്, ഫ്രം വേർ ദ റിസർച്ചർ ഷുഡ് ഡിസൈഡ് ദി പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ ഫ്രം വിച്ച് ദി ഡാറ്റ ഈസ് ടു ബി കളക്റ്റഡ്. എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹൂ ഈസ് ദി റെസ്പോണ്ടൻറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി പോപ്പുലേഷൻ ഓഫ് ദി സ്റ്റഡി. പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഓഫ് ദി സ്റ്റഡി എന്നുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് ടോട്ടൽ യൂണിവേഴ്സിനെയാണ്, മൊത്തം ആ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനിങ് ദി സാമ്പിളിംഗ് ഗ്രൂപ്പ്. ചൂസ് ദി മെത്തേഡ്സ് ഓഫ് റീച്ചിങ് ദി ടാർഗറ്റ് റെസ്പോണ്ടൻറ്റ്. എങ്ങനെയാണ് നമ്മൾ ഈ റെസ്പോണ്ടൻ്റെ അടുത്തേക്ക് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ അതിനനുസരിച്ചുള്ള വേർഡിങ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. അല്ലെങ്കിൽ ഹൂ ഈസ് ദി റെസ്പോണ്ടൻറ്റ്. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ റെസ്പോണ്ടൻ്റ് എങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനെയറുമായി ചെന്നിട്ട് കാര്യമില്ല. കാരണം അയാൾക്ക് വായിക്കാൻ ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല, അപ്പോൾ റെസ്പോൺസ് കിട്ടിക്കോളുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള മെത്തേഡായിരിക്കണം നമ്മൾ അപ്പോൾ ഉപയോഗിക്കേണ്ടത്. ചിലപ്പം പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കാം, ഇങ്ങനെ, അല്ലെങ്കിൽ ടെലിഫോൺ ഇൻ്റർവ്യൂ ആയിരിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നീട് വരുന്നത് റൈറ്റിംഗ് ദി ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയർ എഴുതുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യനെയറിൽ നമ്മൾ ഒരു ലോജിക്കൽ സീക്വൻസിൽ വേണം വി ഹാവ് ടു ഡ്രാഫ്റ്റ് എ ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ ഡ്രാഫ്റ്റിംഗ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ക്വസ്റ്റ്യനെയർ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുക, ഒരു സീക്വൻസ് വേണം. എല്ലാ ക്വസ്റ്റ്യനും കൂടി വാരി വലിച്ചിടില്ല. ഇൻട്രൊഡക്ടറി പാർട്ട്, കണ്ടൻറ് ഓഫ് എ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് ദാറ്റ് കണ്ടെയ്ൻസ് ദി ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി നെയിം ഓഫ് ദി സർവേ, അഡ്രസ് ഓഫ് ദി സർവേയർ, സീരിയൽ നമ്പർ ഓഫ് ദി കേസ്, പ്ലേസ്. ഈ രീതിയിലുള്ള ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള പാർട്ടാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ. ദാറ്റ് ഈസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യോ ഇക്കണോമിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോഷ്യോ ഇക്കണോമിക് മാറ്റേഴ്സാണ് അതിലുണ്ടാവുക. വൺ ഈസ് ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷന്, റിലീജിയന്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഒക്യുപ്പേഷന്, എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഫാമിലി ഇൻകം. ഈ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസുകളുണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയറിൽ വൈൽ റൈറ്റിംഗ് ഓർ ഡ്രാഫ്റ്റിംഗ് എ ക്വസ്റ്റ്യനെയർ, at the very beginning we have an introductory part. After that we have to collect some data related to their social background. It includes age, marital status, education, religion, political preferences,
ഇൻകം, ഒക്യുപ്പേഷൻ, എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസുകൾ. ദെൻ തേർഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദി ടോപ്പിക് ഓഫ് ദി സ്റ്റഡി. സപ്പോസ് നമ്മുടെ ടോപ്പിക് എന്താണോ, സപ്പോസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി ആണെങ്കിൽ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകളായിരിക്കും ആ ക്വസ്റ്റ്യൻ്റെ തേർഡ് പാർട്ടിൽ ഉണ്ടാവുക. സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും തേർഡ് പാർട്ടിലായിട്ട് ഉണ്ടാവുക. ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. അതിൽ പിന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ അടങ്ങിയതാണ് നമ്മുടെ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യനെയറിനെ നമുക്ക് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയറും അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ നോൺ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്നും പറയാം. സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഉണ്ടാകുന്നത്. സിസ്റ്റമാറ്റിക്കലി തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ നമ്മൾ കാണാൻ കഴിയുക. നോൺ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ നമുക്ക് പാർഷ്യലി കംപ്ലീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, ചിലപ്പം പാർഷ്യലി കംപ്ലീറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഗൈഡ് പോലെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ കുറച്ച് നമ്മൾ ചോദിച്ചു, അവിടെ നിൽക്കുന്ന റെസ്പോൺസിൻ്റെ ബേസിൽ ഓൺ ദി ബേസിസ് ഓഫ് റെസ്പോൺസസ് ഗിവൺ ബൈ ദി റെസ്പോണ്ടൻറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ ആസ്കിങ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്ലി ഇൻവെസ്റ്റിഗേറ്റർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ആൻഡ് ഓൺ ദി ബേസ് ഓഫ് ദി റെസ്പോൺസസ് ഗിവൺ ബൈ ദി റെസ്പോണ്ടൻറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആസ്കിങ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതായിരിക്കും നമ്മുടെ അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞത്. എന്തായാലും ഇത്രയാണ് ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു ബേസിക്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്വസ്റ്റ്യനെയർ എന്ന് ചോദിച്ചാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനെയറിൻ്റെ മീനിങ്ങും ക്വസ്റ്റ്യനെയർ ഡിസൈൻ പ്രോസസ്സിലും കണ്ടൻറ്റ് ഓഫ് ക്വസ്റ്റ്യനെയറൊക്കെ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് വെരി ഈസി ആയിട്ടുള്ള ഒരു ടേമാണ് മെറിറ്റ്സ് ഓഫ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാൻ വളരെ സെൽഫ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോയിന്റുകളാണ്. ദിസ് മെത്തേഡ് ഈസ് കവർ എ ലാർജ് ഏരിയ, വലിയൊരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ ഓഫ് ടൈം, എനർജി ആൻഡ് റിസോഴ്സസ് ഇൻ ദിസ് മെത്തേഡ് ഇസ് ലോ. വളരെ കുറച്ച് ടൈമും എനർജിയൊക്കെ മതി നമുക്ക്, ക്യാഷൊക്കെ. If the respondents are cooperative, maximum it is possible to get information in a shorter time. വളരെ ചെറിയ സമയത്തിൽ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും if the respondents are cooperative. മോസ്റ്റ് സൂട്ടബിൾ മെത്തേഡ് വേർ ഇൻഫോർമൻസ് ആർ സ്പ്രെഡ് ഓവർ എ വാസ്റ്റ് ജോഗ്രഫിക്കൽ ഏരിയ. ഒരുപാട് ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഇൻഫോർമൻസ് ആണെങ്കിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. റിസർച്ചർ ക്യാൻ ഒബ്റ്റെയിൻ ഒറിജിനൽ ഡാറ്റ ബൈ ദിസ് മെത്തേഡ്. ബിക്കോസ് നമ്മൾ ഡയറക്റ്റ്ലി റെസ്പോണ്ട് എടുത്ത് പോയിട്ട് കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഒറിജിനൽ ഡാറ്റ നമുക്ക് കിട്ടും. Since the information is given by the respondent themselves, the method is free from bias. ബയാസിൽ നിന്നും ഫ്രീ ആയിരിക്കും, ബിക്കോസ് ഇൻഫോർമേഷൻ ഈസ് ഗിവൺ ബൈ ദി റെസ്പോണ്ടൻറ്റ് ഹിംസെൽഫ് ആണ്. ഇഫ് ദി റെസ്പോണ്ടൻസ് ആർ കോപ്പറേറ്റീവ്, റിപ്പീറ്റേറ്റീവ് ഇൻഫോർമേഷൻ ക്യാൻ ബി ഗ്യാതേർഡ് ഫ്രം ദം. അവരിന് പല ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഡിമെറിറ്റ്സ് ഓഫ് ക്വസ്റ്റ്യനെയർ എന്നുള്ളതിൽ റെസ്പോണ്ടൻസ് മെ നോട്ട് റിട്ടേൺ ഫിൽഡ് ക്വസ്റ്റ്യനെയേഴ്സ് ഓർ ദേ ക്യാൻ ഡിലേ ഇൻ റിപ്ലൈയിങ് ദ ക്വസ്റ്റ്യനെയർ. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ. അതായത് നമ്മളൊരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അവർ റെസ്പോൺസ് തരണം. ചിലപ്പോൾ പല ആൾക്കാരും ഇത് മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യനെയർ കൊടുത്താൽ തിരിച്ച് തരാം. അവരുടെ ഡെയിലി വർക്കിൻ്റെ ഇടയിൽ വേണം, അവരുടെ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ വേണം ക്വസ്റ്റ്യനെയർ തരാൻ. ഇറ്റ് വിൽ ടേക്ക് 5 or 10 minutes ടു ഫിൽ എ ക്വസ്റ്റ്യനെയർ. ചിലപ്പോൾ അവർക്കത് സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമുക്ക് റെസ്പോൺസ് റേറ്റ് എന്ന് പറഞ്ഞത് കുറവാവാം. This method is useful only when the respondents are educated and cooperative. That is the second one. എഡ്യൂക്കേറ്റഡും കോപ്പറേറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. There may be many incomplete entries if the respondents are not serious. In certain cases, it is found that respondents are not very serious. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റഡ് സീരിയസ്നെസ് കാണിക്കാത്ത കുറേ റെസ്പോണ്ടൻസ് ഉണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്തിരുന്ന ആൾക്കാർ. അങ്ങനെയാവുന്ന സമയത്ത് ഒരു കാര്യം അവർ ചില ക്വസ്റ്റ്യൻസ് ഒന്നും ഫില്ല് ചെയ്യില്ല. അപ്പോൾ ഇൻകംപ്ലീറ്റ് എൻട്രീസ് ഉണ്ടാവും, നമുക്ക് ഡാറ്റ അനാലിസിസ് ബിക്കം വെരി difficult. Then once the questionnaire has been dispatched, the investigator cannot modify the questionnaire. സപ്പോസ് ഒരു മെയിൽഡ് ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ, ക്വസ്റ്റ്യനെയർ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യനെയർ നമ്മൾ നേരിട്ട് ആളെടുത്ത് പോയിട്ട് ബൈ ഹാൻഡ് വാങ്ങിക്കുന്നുണ്ട് ഫില്ല് ചെയ്തിട്ട്. അതല്ലെങ്കിൽ നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യനെയർ ഒരു കവറിലിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കുക. അത് ഫില്ല് ചെയ്തിട്ട് അയാൾ തിരിച്ച് നമുക്ക് തന്നെ അയച്ചിരുന്ന രീതിയിൽ, അതിനാണ് നമ്മൾ മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. സെൻഡിങ് ദി ക്വസ്റ്റ്യനെയർ ബൈ മെയിൽ സർവീസ് വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നതിനാണെങ്കിൽ മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്തെങ്കിലും കറക്ഷൻ വരുത്താൻ ക്വസ്റ്റ്യനെയറിൽ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. വേറൊരു ടൈമാണ് വാലിഡേറ്റിംഗ് എ ക്വസ്റ്റ്യനെയർ.
A questionnaire is to be valid. It should be understood by participants correctly to answer. Thus, the relevant answer is sought. Question should be simple and unambiguous. Simple ആയിരിക്കണം, unambiguous ആയിരിക്കണം. Question should be devised using all concepts related to aim, validity and reliability. And question should be checked by pilot study before conducting the main study. വാലിഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് we have to undergo a pilot study. Pilot study means it is a study conducted before the original study. ഒറിജിനൽ സ്റ്റഡിയുടെ മുമ്പ് നമ്മൾ നടത്തുന്ന ഒരു സ്മോൾ സ്റ്റഡിക്കാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സപ്പോസ് ആഫ്റ്റർ ഡ്രാഫ്റ്റിംഗ് ദി ക്വസ്റ്റ്യർ വി ഹാവ് ടു കണ്ടക്ട് എ പൈലറ്റ് സ്റ്റഡി. നമ്മൾ കുറച്ച് ആൾക്കാർ, സപ്പോസ് ഒരു 10-50 ആൾക്കാരെടുത്ത് നമ്മൾ ഇതേ ക്വസ്റ്റ്യർ വെച്ചിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ വൈൽ കളക്ടിങ് ദി ഡാറ്റ ഫ്രം എ സ്മോൾ ഗ്രൂപ്പ് വി വിൽ ഗെറ്റ് സം practical ideas about the difficulties of collecting data by using this questionnaire. ഈ ക്വസ്റ്റ്യർ ഉപയോഗിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴുള്ള ഡിഫിക്കൽട്ടീസ് നമുക്ക് മനസ്സിലാവും. ഏതൊക്കെ ക്വസ്റ്റ്യനാണ് മോശമായിട്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യനാണ് റെസ്പോൺസ് കുറവുള്ളത്, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും പൈലറ്റ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ. അങ്ങനെ പൈലറ്റ് സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ വേണ്ട ക്വസ്റ്റ്യൻസും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എക്സ്പേർട്ടിനെ കാണിച്ചിട്ട് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്, സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിലേറ്റ് ചെയ്തതാണ് എന്നുള്ളതൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ വാലിഡേഷൻ ഓഫ് ക്വസ്റ്റ്യനെയർ എന്ന് നമ്മൾ പറയുന്നത്. ദ വാലിഡേഷൻ പ്രോസസ് ഷുഡ് ബി കംപ്ലീറ്റഡ് യൂസിങ് എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. അതിനെ നമ്മൾ പൈലറ്റ് സ്റ്റഡിയിൽ പറഞ്ഞത് റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ചെറിയൊരു സാമ്പിളിനെ വെച്ചിട്ട് നമ്മൾ വാലിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് ആഡിക്വറ്റ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. ക്വസ്റ്റ്യന് റിലയബിലിറ്റി, വിശ്വാസ്യത ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. ഇത്രയാണ് ക്വസ്റ്റ്യനെയറിൻ്റെ പാർട്ടുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ സെക്കൻഡ് ടേം ഈസ് ഷെഡ്യൂൾ. ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ക്വസ്റ്റ്യനെയർ. ഷെഡ്യൂൾ ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾ ഫോർ ഒബ്സർവേഷൻ ഓർ ഇൻ്റർവ്യൂ ഇൻ ഓർഡർ ടു അറ്റൈൻ ദി അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. The schedule contains questions and blank tables which are to be filled by the interviewer after getting information from the respondent. The only difference or major difference between a schedule and a questionnaire is that in the case of schedule, the schedule is filled by the interviewer himself. Interview ചെയ്യുന്ന ആൾ തന്നെയാണ് ഷെഡ്യൂൾ ഫില്ല് ചെയ്യുന്നത്. ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ ഫിൽഡ് ബൈ ദി റെസ്പോണ്ടൻറ്റ്. അതർ ഡീറ്റെയിൽസുകളൊക്കെ മോറോർ സെയിം ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇൻ്റർവ്യൂ ഷെഡ്യൂളുമായി പോയിട്ട് റെസ്പോണ്ടൻറ്റിനെ കാണുന്നു, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർ പറയുന്ന മറുപടി നമ്മൾ തന്നെ ഫില്ല് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദി കേസ് ഓഫ് ഷെഡ്യൂൾ. ദെൻ ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ. വൺ ഈസ് ഡോക്യുമെൻ്റ് ഷെഡ്യൂൾ. This kind of schedule is used to collect preliminary information from written documents like autography, diary, official records. Preliminary data കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡറി സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഡോക്യുമെൻ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ. ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ ഫോർ കളക്ടിങ് ഇൻഫോർമേഷൻ ഫ്രം ദി റെസ്പോണ്ടൻറ്റ്. ഒരു ഇൻ്റർവ്യൂ പോലെ നമ്മൾ നടത്തുന്നതിനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. Observation schedule. This kind of schedule are prepared and used in situations where observations are to be made. ചില കേസുകളിൽ നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഒബ്സർവേഷൻ ആയിരിക്കും ഉപയോഗിക്കുക. ആ ഒബ്സർവേഷൻ ഉപയോഗിക്കുന്ന കേസുകളിൽ നമ്മൾ ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷെഡ്യൂളിനെയാണ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ റേറ്റിംഗ് സ്കെയിൽ. Rating schedules are used where the attitude or opinion is to be measured. ആറ്റിറ്റ്യൂഡോ ഒപ്പീനിയനോ ഒക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആണോ, ഹൈലി സാറ്റിസ്ഫൈഡ് ആണോ, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷെഡ്യൂളിനെയാണ് റേറ്റിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഡീമെറിറ്റ്സ് ഓഫ് ഷെഡ്യൂൾ. നമുക്ക് മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട്. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ബിക്കോസ് എ ലാർജ് നമ്പർ ഓഫ് ഫീൽഡ് വർക്കേഴ്സ് ഹാവ് ടു ബി അപ്പോയിൻറ്റഡ് ആൻഡ് ട്രെയിൻഡ്. നമ്മൾ പറഞ്ഞു ഷെഡ്യൂളിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഫില്ല് ചെയ്യായതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ പ്രോബ്ലം. അത് മാനേജ് ചെയ്യൽ ഡിഫിക്കൽട്ടാണ്. ദർ ഇസ് എ ചാൻസ് ഓഫ് ബയാസ് വെൻ ദ ഫീൽഡ് വർക്കേഴ്സ് ഇൻഫ്ലുവൻസ് ദി റെസ്പോണ്ടൻറ്റ്. ഫീൽഡ് വർക്കേഴ്സ് റെസ്പോണ്ടൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ബയാസിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. മെറിറ്റുകൾ പറയുകയാണെങ്കിൽ since the field worker is personally present, the percentage of response is much higher. റെസ്പോൺസ് റേറ്റ് ക്വസ്റ്റ്യനെയറിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്നതുകൊണ്ട്. പ്രസൻസ് ഓഫ് ഇൻ്റർവ്യൂവർ ഹെൽപ്സ് ടു ക്ലാരിഫൈ ഡൗട്ട്.
ഇൻ്റർവ്യൂവറിൻ്റെ പ്രസൻസ് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ പേഴ്സണൽ കോൺടാക്ട് വിത്ത് റെസ്പോണ്ടൻറ്റ് എൻഷുവേഴ്സ് കളക്ഷൻ ഓഫ് ബെറ്റർ ഇൻഫോർമേഷൻ, കറക്റ്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then difference between schedule and questionnaire. A schedule is used by the interviewer for eliciting information from respondent and is filled by the interviewer himself. നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഷെഡ്യൂൾ ഇൻ്റർവ്യൂവർ ഹിംസെൽഫ് ആണ് ഫിൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യനർ ആണെങ്കിൽ ഫിൽഡ് ബൈ ദി റെസ്പോണ്ടൻറ്റ്. കളക്ടിങ് ഡാറ്റ ത്രൂ ഷെഡ്യൂൾ ഈസ് കോസ്റ്റ്ലി അഫെയർ ആണ്. ക്വസ്റ്റ്യനർ ആണെങ്കിൽ അത്രയും കോസ്റ്റ്ലി അല്ല, എക്കണോമിക്കലാണ്. ഇൻ കേസ് ഓഫ് ഷെഡ്യൂൾ ദ റെസ്പോൺസസ് ഈസ് ഹൈ, വേറാസ് ഇൻ കേസ് ഓഫ് ക്വസ്റ്റ്യനർ റെസ്പോൺസ് കുറവായിരിക്കും. The identity of respondent is known in schedule, where the identity of respondents may not be known in case of questionnaire. Okay, these are the different areas related to questionnaire and schedule. Okay, thank you.